രാഹുൽ ഗാന്ധി എവിടെ? രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണോ? വിയറ്റ്നാമിൽ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യാൻ പോയതാണോ? തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളാണ് അമിത് മാളവിയ എന്ന് പറയുന്ന BJPയുടെ IT സെൽ ഹെഡ് ഉയർത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണോ? ആണെങ്കിൽ പ്രശ്നമുണ്ടോ? അത് രാഹുൽ ഗാന്ധിയുടെ സ്വകാര്യ ട്രിപ്പ് അല്ലേ? ഇത്തരത്തിലുള്ളതാകണോ രാഷ്ട്രീയ വിമർശനങ്ങൾ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധി എന്നും BJPക്കാരുടെ പ്രത്യേകിച്ച് റൈറ്റ് ലീനിങ് ആയി നിൽക്കുന്ന പലരുടെയും ഒരു വലിയ ടാർഗറ്റാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ന്യൂ ഇയറിന് വിയറ്റ്നാമിൽ പാർട്ടി ചെയ്യാൻ പോയി എന്നാണ് അവകാശവാദം. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. ഒരുപക്ഷെ പോയി കാണാം, കാണാതിരിക്കാം. രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായ ഒരു ജീവിതം ഉണ്ടല്ലോ. ഇപ്പം നമ്മളെല്ലാം കഴിഞ്ഞ ഈ ന്യൂ ഇയർ അല്ലെങ്കിൽ ക്രിസ്മസ് ന്യൂ ഇയർ സമയം പൊതുവെ അവധിയുടെ ഒരു സമയമാണ്. നമ്മളെല്ലാം എവിടെങ്കിലും ട്രിപ്പ് പോയി കാണില്ലേ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ട്രിപ്പ് പോകണ്ടെന്ന് പറയുന്നതിന് എന്താണ് നന്മ, എന്താണ് ശരിയുള്ളത്? അവർക്കെല്ലാം അവരുടേതായ കുടുംബങ്ങളുണ്ട്, ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട്. ഇപ്പം രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോയി എന്നുള്ള വാർത്തകളാണ് പല ആൾക്കാരും പറയുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിൽ പോകണമെങ്കിൽ പോട്ടെ, അതിന് നമുക്കെന്താണ് എന്ന് ചോദിക്കാനുള്ളൊരു മനസ്ഥിതി വേണം. നമ്മളൊരു വ്യക്തിയെ ആക്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നയങ്ങളെയാണ്, നിലപാടുകളെയാണ് ആക്രമിക്കേണ്ടത്, അല്ലാതെ ആ വ്യക്തി എങ്ങോട്ട് പോകുന്നു എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധി മുമ്പ് ഇതേപോലെ തായ്ലാൻഡിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ദുസ്സൂചനകളോടുകൂടി തായ്ലാൻഡ് പാർട്ടി ചെയ്യപ്പെടുന്ന സ്ഥലമാണ്, തായ്ലാൻഡ് എന്താ പറയുന്നത്, ചില നെഗറ്റിവിറ്റീസ് ഉള്ള സ്ഥലമാണ് എന്നൊക്കെ പല സ്വരങ്ങളും ശ്രുതികളുമുണ്ട്. രാഹുൽ ഗാന്ധി തായ്ലാൻഡിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് രാഹുൽ ഗാന്ധി ആക്രമിക്കുകയുണ്ടായി. രാഹുൽ ഗാന്ധി തായ്ലാൻഡിൽ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? തായ്ലാൻഡോ വിയറ്റ്നാമോ ലാസ് വെഗാസോ അമേരിക്കയോ UK കാനഡയോ അല്ലെങ്കിൽ ആഫ്രിക്കയോ എവിടെ പോകണമെങ്കിലും ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യമല്ലേ. അത്തരം കാര്യങ്ങളാകരുത് നമ്മുടെ രാഷ്ട്രീയ വിമർശനം. രാഹുൽ ഗാന്ധി എടുക്കുന്ന സമീപനം, എടുക്കുന്ന നിലപാട്, എടുക്കുന്ന നയങ്ങൾ, അതുകൊണ്ട് രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലാണെങ്കിലും അല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന സമീപനങ്ങളെയും നയങ്ങളെയും നിലപാടുകളെയുമാണ് നമ്മൾ വിമർശിക്കേണ്ടത്. തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദി ആണെങ്കിലും അങ്ങനെ. ശ്രീ നരേന്ദ്രമോദിയുടെ നയങ്ങൾ, നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ മണിപ്പൂരിലെ മൗനം വിമർശന വിധേയമായ ഒരു വിഷയമാണ്. അപ്പം അത്തരം കാര്യങ്ങൾ രാഷ്ട്രീയക്കാരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവരാരോട് സൗഹൃദം പങ്കിടുന്നു, അവരാരെ കല്യാണം കഴിക്കുന്നു, അവരെന്ത് കഴിക്കുന്നു, അവരെന്ത് ധരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എവിടോട്ട് പോകുന്നു എന്നുള്ളതല്ല. പകരം അവരുടെ നിലപാടുകൾ, അവരുടെ പൊതുജീവിതം രാഷ്ട്ര ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ട വലിയൊരു തർക്കം ഉണ്ടായി. അടിസ്ഥാനപരമായി അത് ആരാ ശരി ആരാ തെറ്റാന്നൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാഴ്ചപ്പാടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സിഖ് വോട്ടിന് വേണ്ടിയുള്ളൊരു ഫൈറ്റാണ്. അതായത് പഞ്ചാബിൽ 38% ഹിന്ദുക്കളാണ്, ബാക്കി ബഹുഭൂരിപക്ഷം വരുന്ന സിഖ് സമുദായമാണ്. അവരിൽ ഒരു വിഭാഗം സിഖുകാർ ക്രിസ്ത്യാനിറ്റിയെ കൂടുതലായി എംബ്രേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷവും സിഖ് വംശവും മതവും വിശ്വാസവും എല്ലാം സിഖിൻ്റെ ഭാഗമാണ്. അപ്പോൾ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ് ശ്രീ മൻമോഹൻ സിംഗ്. അപ്പോൾ അദ്ദേഹത്തെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്ന് കോൺഗ്രസും, സിഖ് കലാപത്തിന് ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് BJPയും പറയുകയും ഈ സിഖ് ലെഗസിക്കും സിഖ് വോട്ടിനെ പരമാവധി കൂടെ നിർത്താനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ തർക്കിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ആരാണ് സിഖ് സമുദായത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ സിഖുകാർക്ക് വലിയൊരു പൊളിറ്റിക്കൽ ക്ലൗട്ടും മറ്റുമുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സിഖ് സമുദായത്തിലെ കുറച്ച് എക്സ്ട്രീമിസ്റ്റുകളെയാണ് ഖാലിസ്ഥാനികൾ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ ഖാലിസ്ഥാനികളെ അതിജീവിച്ച് സിഖുകാർ നമ്മളോടൊപ്പം നിൽക്കണം, ഭാരതത്തോടൊപ്പം ഇന്ത്യയോടൊപ്പം നിൽക്കണം എന്നൊരു തീരുമാനം നമുക്ക് വേണം. ഈ സിഖുകാർ പ്രത്യേകിച്ച് കാനഡയിലൊക്കെ പോകുമ്പോൾ അവിടത്തെയാണ് ഈ ഖാലിസ്ഥാനി പ്ലോട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സിഖുകാർ നമ്മുടെ സഹോദരങ്ങളാണ്, സിഖുകാർ നമ്മുടെ നാടിൻ്റെ പ്രൗഢഗംഭീരമായ പാരമ്പര്യമാണ് എന്നുള്ള തിരിച്ചറിവിൽ നമുക്കെല്ലാവരും കൂടെ നിൽക്കാൻ ആകട്ടെ. രാഹുൽ ഗാന്ധി എവിടെ പോകണമെങ്കിലും, വിയറ്റ്നാമിൽ പോകണമെങ്കിലും, കംബോഡിയയിൽ പോവുകയാണെങ്കിലും, ലാസ് വേഗാസിൽ പോവുകയാണെങ്കിലും അതൊരു രാഷ്ട്രീയ വിഷയമല്ല. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതമാണ്. അതിനെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കണം എന്ന് ഓർമ്മിപ്പിക്കും. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.